യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള തന്റെ ഇടപെടലിൽ ഒരു ചെറിയ വിഭാഗം കുത്തിത്തിരിപ്പ് നടത്തിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ കുടുംബത്തെ അനുരഞ്ജനത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ തന്നെ ശ്രമിച്ചുവെന്നും AP അബൂബക്കർ മുസ്ലിയാരുടെ വെളിപ്പെടുത്തൽ. ഒരു ചെറിയ വിഭാഗം എവിടുന്നോ ഇതെങ്ങനെ പാടുണ്ടോ, അത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല, അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങൾ ഈ ചില്ലിക്കാശിന് വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട്. നിമിഷപ്രിയയുടെ ജീവൻ ഇപ്പോഴും ഭൂമിയിൽ തുടരാൻ കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലെന്ന് മന്ത്രി P. രാജീവ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ നോക്കാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ മനുഷ്യനെന്ന് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ പ്രശ്നത്തിനകത്ത് ഇടപെട്ടത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഇടപെടലാണ് ഇപ്പോൾ ഭൂമിയിൽ ആ ജീവൻ അവശേഷിച്ചിരിക്കുന്നതിന്റെ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുകയും ചെയ്യാം. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേർന്നു. അമൽ, ഇതാരെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്? കാരണം ഇതിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഇടപെടുക എന്ന് പറഞ്ഞാലേ അവരുടെ ജീവൻ വെച്ചുള്ള കളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി സംയമനം പാലിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും കാന്തപുരം ലക്ഷ്യം വെച്ചത് ആരെയാണ്? SKN കാന്തപുരം ഇന്ന് എറണാകുളം പള്ളിക്കരയിലെത്തിയത് SYSന്റെ നേതൃത്വത്തിൽ 10 കുടുംബങ്ങൾക്ക് വീടുകൾ നൽകുന്നുണ്ട്. ഇതിന്റെ താക്കോൽദാന കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എറണാകുളം പള്ളിക്കരയിൽ എത്തിയത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യത്തിൽ താൻ ഇടപെട്ടത് യമനിലെ പണ്ഡിതരുമായി, സുന്നി മത പണ്ഡിതരുമായിട്ട് താൻ ആശയവിനിമയം നടത്തിയതിനെ കുറിച്ചുള്ള ആ ഒരു നടപടിക്രമങ്ങളും അവരുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാമാണ് കാന്തപുരം വിശദീകരിച്ച് തുടങ്ങിയത്. ഈ ഒരു വിശദീകരണത്തിന്റെ ഒപ്പമാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഇടപെടലിൽ ചിലർ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ചിലർ മാത്രം ചില കുത്തിത്തിരിപ്പുകൾ നടത്തി. പക്ഷേ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഭൂരിഭാഗം പേരും തനിക്കൊപ്പമായിരുന്നു. ആ ഒരു കാര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കൊപ്പമായിരുന്നു. പക്ഷേ വളരെ ചെറിയൊരു വിഭാഗം മാത്രം കുത്തിത്തിരിപ്പ് നടത്തി. അതിൽ യമനിൽ യമനിലെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില അവരെ തങ്ങളുടെ അനുരഞ്ജനത്തിൽ നിന്ന് നീക്കുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളോടൊന്നും യോജിക്കാതിരിക്കുവാൻ, ഇത്തരത്തിൽ ചെറിയ പണം നൽകിയാൽ നിങ്ങളുടെ അഭിമാനം ചോർന്നു പോകും, അഭിമാനത്തിന് വിലയിടാൻ നോക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ ആ കുടുംബത്തോട് സംസാരിക്കുകയും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വിഘാതമായി നിൽക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാണ് കാന്തപുരം ഇപ്പോൾ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പല കേന്ദ്രങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളും ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വർഗീയ പ്രചരണങ്ങളുടെ എല്ലാം പുകമറ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് AP വിഭാഗത്തിന്റെ സമുന്നതനായ നേതാവായിട്ടുള്ള കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.